നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പക്ഷിപ്പനി. മണർകാട് സർക്കാർ ഫാമിലെ കോഴികളെയും ഫാമിന് 1 കിലോമീറ്റർ ചുറ്റളവിലെ വളർത്തുപക്ഷികളെയും കൊല്ലുന്നത് 9600 കോഴികളെ. അയ്മനം കല്ലുങ്കപ്പാടശേഖരത്തിലെ കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ തയ്യാറാകുന്നില്ല. ക്വിന്റൽ കണക്കിന് നെല്ല് കൂട്ടിയിട്ടിരിക്കുന്നു. നെൽക്കൂനയിലെ നെല്ല് കിളിർത്തു തുടങ്ങി. കോട്ടയം സോമരാജ് ഇനി ഓർമ്മത്താളുകളിൽ. മുട്ടമ്പലം വൈദ്യുതി ശ്മശാനത്തിൽ സംസ്കരിച്ചു. ആദരാഞ്ജലി അർപ്പിച്ച് കലാലോകം. വാർത്തകൾ വിശദമായി. പക്ഷിപ്പനി സ്ഥിരീകരിച്ച മണർകാട് സർക്കാർ പൗൾട്രി ഫാമിലെ കോഴികളെയും 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്തുപക്ഷികളെയും കൊന്ന് സംസ്കരിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രത്യേക സംഘമാണ് ദയാവധത്തിന് മേൽനോട്ടം വഹിച്ചത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച മണർകാട് സർക്കാർ പൗൾട്രി ഫാമിലെ 9000 കോഴികളെയും ഫാമിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെയുമാണ് കൊന്നു സംസ്കരിച്ചത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ദ്രുതകർമ്മ സംഘമാണ് പക്ഷികളെ ദയാവധം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ 2021 നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. പൗൾട്രി ഫാമിന്റെ 1 കിലോമീറ്റർ പരിധിയിൽ വരുന്ന മണർകാട് പഞ്ചായത്തിലെ 12, 13, 14 വാർഡുകൾ, പുതുപ്പള്ളി പഞ്ചായത്തിലെ 2, 3 വാർഡുകൾ എന്നിവിടങ്ങളിലെ കോഴി, താറാവ്, കാട, മറ്റു വളർത്തുപക്ഷികൾ എന്നിവയാണ് കൊന്നത്. കഴിഞ്ഞ ദിവസം പൗൾട്രി ഫാമിലെ കോഴികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് H1N1 സ്ഥിരീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഏറ്റെടുക്കാൻ മില്ലുകാരില്ലാത്തതിനാൽ നെൽകർഷകർ കണ്ണീരിൽ. കോട്ടയം അയ്മനം കല്ലുങ്കപ്പാടശേഖരത്തിൽ 15 ദിവസം മുൻപ് കൊയ്തെടുത്ത നെല്ല് മൂടി സൂക്ഷിക്കുകയാണ് കർഷകർ. മഴ കനത്തതോടെ നെല്ല് സൂക്ഷിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണിവർ. കോട്ടയം അയ്മനം പഞ്ചായത്തിലെ കല്ലുങ്കത്ര പാടശേഖരത്താണ് കൊയ്ത് കഴിഞ്ഞ് 15 ദിവസമായിട്ടും നെല്ല് സംഭരിക്കാത്തത്. നെല്ല് ഏറ്റെടുക്കാൻ ആളില്ലാതെ വന്നതോടെ വഴിയോരത്ത് കൂട്ടിയിട്ട് സൂക്ഷിക്കുകയാണ് കർഷകർ. ഞങ്ങൾ ഇപ്പം 1 കിൻഡലിന് ഇത് തൊട്ടപ്പുറത്തെ പാടത്ത് 13 കിലോ, അതായത് കൊടുവത്ര പാടത്ത്, ഒളോക്കരി പാടത്ത് 20 കിലോ. ഇതിൻ്റെ ആരും വന്നുമില്ല, ഒന്നും പറഞ്ഞില്ല ഇതുവരെ. അപ്പോൾ ഇത് മുഴുവൻ കിളുത്ത് ഒക്കെയാണ്. ഇതൊക്കെ പിന്നെ 3-4 ദിവസമായിട്ട് ഉണങ്ങി എല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അടിയെല്ലാം കിളുത്താണ് കിടക്കുന്നത്. എന്നുവെച്ചാൽ വെള്ളം മഴ പെയ്ത് വെള്ളം ചെല്ലുന്നതുകൊണ്ട് എത്ര പടുതായിട്ട് മൂടിയാൽ ആ റോഡിൽ കൂടെ ആണെങ്കിലും വെള്ളം അടിയിലോട്ടല്ലേ ചെല്ലുന്നത്. അപ്പോൾ അടിയൊക്കെ കിളുത്തിട്ടാണ് ചെല്ലുന്നത്. മഴ കനത്തതോടെ നെൽക്കൂനയുടെ അടിഭാഗത്ത് നെല്ല് കിളിർത്തു തുടങ്ങി. ഇനി അധികനാൾ നെല്ല് ഇതുപോലെ സൂക്ഷിക്കാനാവില്ല. വീടുകളിൽ വെള്ളം കയറുമെന്നതിനാൽ നെല്ല് സൂക്ഷിക്കാൻ മറ്റു മാർഗങ്ങളില്ലെന്നും കർഷകർ പറയുന്നു. ഇപ്പം ഈ ഒരു പാടം കല്ലുങ്കത്ര പാടശേഖരം, അയ്മനം പഞ്ചായത്തിലെ 3-ാം വാർഡിൽപ്പെട്ട കല്ലുങ്കത്ര പാടശേഖരത്തിന് 86 ഏക്കറുണ്ട്. ഈ 86 ഏക്കർ കൊയ്തിരിക്കുന്ന നെല്ലാണ് ഈ ചുറ്റും കിടക്കുന്നത്. ഇതെടുക്കാൻ മില്ലുകാരനുമില്ല, സർക്കാരുമില്ല. ഇതാരെങ്കിലും ഒന്ന് അവർ ഏർപ്പാട് ചെയ്ത് വിട്ടാൽ അവർ പറയുന്നത് എന്നായാലും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. കാരണം പാടം മുങ്ങിക്കൊണ്ടിരിക്കുക. മുങ്ങി വരുന്നതനുസരിച്ച് റോഡിൽ വെള്ളം കയറിയാൽ ഈ നെല്ല് വാരി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് പോലും വെക്കാനൊക്കത്തില്ല. വീടിനകത്ത് വരെ വെള്ളം കയറും. ഇത് പിന്നെ ഞങ്ങൾ എവിടെ കൊണ്ട് വെക്കാൻ പോലും ഒരു സ്ഥലമില്ലാത്തൊരവസ്ഥയിൽ ഇന്ന് നാശപ്പെട്ടുകൊണ്ടിരിക്കുക. ആകപ്പാടെ കിട്ടിയിരിക്കുന്ന നിസാര നെല്ല. ആ നിസാര നെല്ല് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പോലുള്ള അവസ്ഥയില്ലാത്ത ഒരു രീതിയിലോട്ട് എത്തിക്കൊണ്ട് ഇതെങ്ങനെയും അവരൊന്ന് കൊണ്ടുപോകാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നാൽ അതായിരിക്കും ഏറ്റവും വലിയ ഉപകാരം ഈ സർക്കാരിനും ഉദ്യോഗസ്ഥർക്ക് ചെയ്യാൻ പറ്റുന്നത്. 1 ഏക്കറിൽ 22 ക്വിന്റൽ നെല്ലാണ് കിട്ടിയിരുന്നത്. എന്നാൽ ഇത്തവണ ഉഷ്ണതരംഗം മൂലം 5 ക്വിന്റൽ നെല്ല് മാത്രമാണ് കർഷകർക്ക് കിട്ടിയത്. ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ചൂടുമൂലം നെൽച്ചെടികൾ കരിഞ്ഞു പോയതിനു പുറമെ വേനൽ മഴയിൽ പാടത്ത് വെള്ളം കയറിയും നെൽച്ചെടികൾ ഭൂരിഭാഗവും നശിച്ചു. ശേഷിച്ചവ കൊയ്തെടുക്കാനാവാതെ കതിരുകൾ വെള്ളത്തിൽ കിടക്കുകയാണ്. കിഴിവ് എത്ര വേണമെങ്കിലും നൽകാൻ സന്നദ്ധരാവുകയാണ് ഇപ്പോൾ കർഷകർ. മഴ കനത്ത സാഹചര്യത്തിലെങ്കിലും നെല്ല് ഏറ്റെടുത്തില്ലെങ്കിൽ ഭീമമായ നഷ്ടമായിരിക്കും കർഷകർക്ക് ഉണ്ടാവുക. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അന്തരിച്ച മിമിക്രി ചലച്ചിത്ര താരം കോട്ടയം സോമരാജിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. ചലച്ചിത്ര മിമിക്രി രംഗത്തെ നിരവധി പേർ വീട്ടിലും മുട്ടമ്പലത്തുമെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഉദരരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന സോമരാജിന് പക്ഷാഘാതം സംഭവിച്ചതിനെ തുടർന്നാണ് അന്ത്യം ഉണ്ടായത്. ചിരിയുടെ തമ്പുരാൻ കോട്ടയം സോമരാജ് ഇനി മലയാളിയുടെ ഓർമ്മ പുസ്തകത്തിൽ. ഇന്നലെ രാത്രി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പയ്യപ്പടിയിലെ വീട്ടിലെത്തിച്ച പ്രിയ കലാകാരന്റെ മൃതദേഹം ഇന്ന് രാവിലെ പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. കലാഭവൻ പ്രജോദ്, കണ്ണൻ സാഗർ, നസീർ സംക്രാന്തി അടക്കം നിരവധി കലാകാരന്മാർ സോമരാജിനെ അവസാനമായി കാണാനെത്തി.
കലാകാരന്മാരുടെ നിരവധി സംഘടനകളാണ് അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ഹാസ്യകലയുടെ സൂത്രധാരനായിരുന്നു കോട്ടയം സോമരാജനെന്ന് കണ്ണൻ സാഗർ അനുസ്മരിച്ചു. ഏറെ ആരാധനയോടെയാണ് അദ്ദേഹത്തെ നോക്കിക്കണ്ടത്. കലാകാരിലെ നിഷ്കളങ്കനായിരുന്നു സോമരാജ്. വ്യത്യസ്തമായിട്ടൊരു സംഭവം ചെയ്തുകൊണ്ടിരുന്നത്, പിന്നീട് അത് എഴുതിയതും കോട്ടയം സോമരാജൻ എന്ന് പറഞ്ഞാൽ അതുല്യ കലാകാരനായിരുന്നു. പിന്നീട് കാരണം ഈ സമിതിയെ പിടിച്ചു നിൽക്കുന്ന തമാശകളുടെ സൂത്രധാരൻ കോട്ടയം സോമരാജൻ. അന്നു മുതൽ ഇദ്ദേഹത്തോടൊരു ആരാധന, അദ്ദേഹത്തിന് പെർഫോമൻസിലല്ല, അല്ലാതെ എന്തോ ഒരു സഹോദരകുല്ലുണ്ട് ആരാധനകളിൽ കൂടി. ഞാനത് പലപ്പോഴും കാണുമ്പോൾ, ഞങ്ങൾ ഒന്നിക്കുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുമ്പോൾ ഞങ്ങളത് പരസ്പരം പങ്കുവെക്കാറുണ്ട്. നിരവധി സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ സാമുദായിക നേതാക്കളും അന്തിമോപചാരം അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിദ്യാഭ്യാസത്തെ ബഹുജന മുന്നേറ്റ പ്രസ്ഥാനമാക്കി മാറ്റിയതിൽ ന്യൂനപക്ഷ സമൂഹത്തിന് വലിയ പങ്കെന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ജില്ലാ സെമിനാർ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ ബഹുജന മുന്നേറ്റ പ്രസ്ഥാനമാക്കി മാറ്റിയതിൽ ന്യൂനപക്ഷ സമൂഹങ്ങൾ നൽകിയ സംഭാവന വളരെ വലുതാണെന്ന് പൊതുഭരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സംഘടിപ്പിച്ച കോട്ടയം ജില്ലാ സെമിനാർ മാമൻ മാപ്പിള ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മിനി ആന്റണി. സാമ്പത്തിക സാമൂഹ്യ മേഖലകളിൽ സംസ്ഥാനത്തെ വേറിട്ട നിലവാരത്തിലെത്തിക്കാൻ ന്യൂനപക്ഷ സമൂഹം വലിയ തരത്തിൽ സഹായിച്ചിട്ടുണ്ടെന്നും മിനി ആന്റണി പറഞ്ഞു. വിദ്യാഭ്യാസത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഈ സമൂഹങ്ങൾ, ഈ സമുദായങ്ങൾ നൽകിയ അതിബൃഹത്തായ സംഭാവന കൊണ്ടാണ് കേരളം മികച്ച സാക്ഷരതയും മികച്ച രാഷ്ട്രീയ അവബോധവും ആരോഗ്യ സൂചകങ്ങളും വ്യത്യസ്തമായ തലത്തിലേക്ക് ജനതയെ കൊണ്ടുചെന്നെത്തിക്കാൻ കരുത്തുള്ള ഒരുപാട് മാനവ വിഭവശേഷിയുടെ വികസന തലങ്ങളിലെ നേട്ടങ്ങളും എല്ലാമുള്ള ഒരു സംസ്ഥാനമായി മാറിയത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എ റഷീദ് അധ്യക്ഷത വഹിച്ചു. 2024 ഡിസംബറോടെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 1 ലക്ഷത്തോളം പേർക്ക് സംസ്ഥാന നോളജ് എക്കോണമി മിഷൻ വഴി തൊഴിൽ നൽകാനാണ് ന്യൂനപക്ഷ കമ്മീഷൻ ശ്രമിക്കുന്നതെന്നും അഡ്വക്കേറ്റ് എ റഷീദ് പറഞ്ഞു. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പി റോസ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ്, സംഘാടക സമിതി ചെയർമാൻ ടോം ജോസഫ് അറക്കേപ്പറമ്പിൽ, ജനറൽ കൺവീനർ റഫീഖ് അഹമ്മദ് സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂനപക്ഷ സമൂഹവും വിജ്ഞാന തൊഴിലും എന്ന വിഷയത്തിൽ കേരള നോളജ് ഇക്കോണമി മിഷൻ റീജിയണൽ പ്രോഗ്രാം മാനേജർ നീതു സത്യൻ, ന്യൂനപക്ഷങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ എന്ന വിഷയത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പി റോസ, കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് എന്തിന് എന്ന വിഷയത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ ഹാജി എന്നിവർ വിഷയാവതരണം നടത്തി. തുടർന്ന് വിഷയാവതരണത്തെ അടിസ്ഥാനമാക്കിയുള്ള പൊതുചർച്ചയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ചിറക്കടവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻകുന്നത്ത് ശുചീകരണം നടത്തി. ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരമാണ് ഇവർ ശുചീകരിച്ചത്. പാലായിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടന്നു. സ്കൂൾ തുറക്കലിന് മുന്നോടിയായാണ് പരിശോധന നടത്തിയത്. പാല ജോയിന്റ് RTO ഓഫീസ് പരിധിയിലെ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടന്നു. ചുണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലായിരുന്നു പരിശോധന. സ്കൂൾ പ്രവേശനത്തിന് മുന്നോടിയായാണ് വാഹനങ്ങൾ പരിശോധിച്ചത്. ജനറൽ പരിശോധനകൾക്ക് പുറമെ GPS, അഗ്നിരക്ഷാ ഉപകരണങ്ങൾ, സ്പീഡ് ഗവർണർ, വിദ്യാവാഹൻ ആപ്പ് എന്നിവയാണ് പരിശോധനയിൽ ഉൾപ്പെടുന്നത്. പാലാ മേഖലയിലെ സ്കൂൾ വാഹനങ്ങളാണ് പരിശോധിച്ചത്. ജോയിന്റ് RTO ഷിബു കെ, MVIമാരായ ശിവകുമാർ SN, ബിനോയ് വർഗീസ്, രാജേഷ്, AMVIമാരായ ഡാൻസ് 9 സജിത്ത് S എന്നിവർ നേതൃത്വം നൽകി. രണ്ടാം ഘട്ടത്തിൽ ഈരാറ്റുപേട്ട മേഖലയിലെ വാഹനങ്ങളുടെ പരിശോധന 29-ന് അരുവിത്തുറ സെന്റ് ജോർജ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. എഴുത്തുകാരൻ ഇടമറ്റം രത്നപ്പന്റെ 2ാം ചരമവാർഷികാചരണവും സമ്പൂർണ്ണ കൃതികളുടെ 1ാം ഭാഗം പ്രകാശനവും നടന്നു. എഴുത്തുകാരൻ സക്കറിയാണ് പ്രകാശനം നിർവഹിച്ചത്. പ്രമുഖ എഴുത്തുകാരനും ഗാന്ധിയനും പ്രഭാഷകനുമായിരുന്ന ഇടമറ്റം രത്നപ്പന്റെ 2ാം ചരമവാർഷികാചരണവും സമ്പൂർണ്ണ കൃതികളുടെ 1ാം ഭാഗം പ്രകാശനവും പാലാ കിസ്കോ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. സഫലം 55+ഉം പാലാ സഹൃദയമിതിയും ആയിരുന്നു സംഘാടകർ. ബാങ്ക് പ്രസിഡന്റ് MS ശശിധരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവും എഴുത്തുകാരനുമായ സക്കറിയ പുസ്തക പ്രകാശനം നിർവഹിച്ചു. നവോത്ഥാനം ഒന്ന് കെട്ടടങ്ങിയില്ലാത്തൊരു കാലത്താണ് ഞങ്ങളൊക്കെ ജീവിക്കാൻ ഭാഗ്യമുണ്ടായത്. നവോത്ഥാനത്തിൻ്റെ ശക്തി എന്ന് ഞാൻ പറയാം. ഒരു മതേതരത്വ സ്വഭാവവും
നമ്മൾ പുരോഗമിക്കണം എന്നുള്ളൊരു ആഗ്രഹവും കൂടുതൽ കാര്യങ്ങൾ ലോകത്തെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുള്ള ആഗ്രഹവും ഒക്കെ കൂടെ ചേർന്ന ഒരു വലിയൊരു അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ വായനശാലയിൽ രവിയായിരുന്നു ഞങ്ങളുടെ ഗുരു. അത് പറയാതെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. കാരണം ഞങ്ങൾ അവിടെ ചെന്ന് നിൽക്കും. അപ്പോൾ രവിയാണ് ഞങ്ങൾക്ക് പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ ഇത് വായിക്കും, ഇത് നല്ല പുസ്തകമാണ് എന്ന് പറഞ്ഞെടുത്ത്. പാലാ സഹൃദയ രക്ഷാധികാരി രവി പാല പുസ്തകങ്ങൾ സ്വീകരിച്ചു. മുൻ MG വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ്, ഡോക്ടർ സാബു ഡി മാത്യു, കാർട്ടൂണിസ്റ്റ് ജോണി മണിമല, എഴുത്തുകാരി D ശ്രീദേവി, G ബാബുരാജ്, VM അബ്ദുള്ള ഖാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. പയപ്പാർ ചെക്ക് ഡാമിൽ യുവാവ് കുടുങ്ങി മരിക്കാനുള്ള കാരണം കരൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. മരണപ്പെട്ട രാജുവിന്റെ കുടുംബത്തിന് മതിയായ സാമ്പത്തിക സഹായം നൽകാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകണമെന്നും സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. കരൂർ പഞ്ചായത്ത് പയപ്പാർ ചെക്ക് ഡാമിൽ രാജു എന്ന ചെറുപ്പക്കാരൻ ഇന്ന് കുടുങ്ങി മരിക്കുവാനുള്ള കാരണം അത് പഞ്ചായത്തിൻ്റെ അനാസ്ഥ കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, ഈ ചെക്ക് ഡാമിലെ വെള്ളം നിറയുന്ന സമയത്ത് പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ ഈ ചെക്ക് ഡാം തുറന്ന് വിടേണ്ടതാണ്. എന്നാൽ പഞ്ചായത്ത് അത് ചെയ്യാത്ത സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി നാട്ടുകാർ ആ കർത്തവ്യം ഏറ്റെടുത്ത് ചെയ്തപ്പോഴാണ് ഈ മരണമുണ്ടായത്. അതുകൊണ്ട് ഈ മരണത്തിന് ഉത്തരവാദിയായ പഞ്ചായത്ത് ഭരണസമിതി രാജുവിൻ്റെ കുടുംബത്തിന്, ദരിദ്രനായ രാജുവിൻ്റെ കുടുംബത്തിന് മതിയായ സാമ്പത്തിക ധനസഹായം നൽകണം. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ കരൂർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ഉണർന്നു പ്രവർത്തിക്കണം, അനാസ്ഥ അവസാനിപ്പിക്കണം എന്ന് ഈ അവസരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുകയാണ്. അറിയിപ്പ്: ചേനപ്പാടി RV ഗവൺമെന്റ് VHSS സ്കൂളിൽ മാത്തമാറ്റിക്സ് വിഷയത്തിന് താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുമായി 28-ന് 10:30-ന് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനായി എത്തണം. സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ജോബ് ക്ലബ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഗവൺമെന്റ് സബ്സിഡിയോടെ 2 മുതൽ 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. ഫോൺ 048125600413. കങ്ങഴ മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഡ്രോയിംഗ് അധ്യാപകന്റെ ഒഴിവുണ്ട്. നിശ്ചിത യോഗ്യതയുള്ളവർ ജൂൺ 1-ന് മുമ്പായി മാനേജർ മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂൾ കങ്ങഴ PO കോട്ടയം എന്ന വിലാസത്തിൽ അപേക്ഷകൾ അയക്കേണ്ടതാണ്. കേട്ടിട്ട് യോഗ്യത നിർബന്ധം. ഫോൺ 9447114929. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പക്ഷിപ്പനി. മണർകാട് സർക്കാർ ഫാമിലെ കോഴികളെയും ഫാമിന് 1 കിലോമീറ്റർ ചുറ്റളവിലെ വളർത്തുപക്ഷികളെയും കൊല്ലുന്നത് 9600 കോഴികളെ. അയ്മനം കല്ലുങ്കപ്പാടശേഖരത്തിലെ കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ തയ്യാറാകുന്നില്ല. ക്വിന്റൽ കണക്കിന് നെല്ല് കൂട്ടിയിട്ടിരിക്കുന്നു. നെൽക്കൂനയിലെ നെല്ല് കിളിർത്തു തുടങ്ങി. കോട്ടയം സോമരാജ് ഇനി ഓർമ്മത്താളുകളിൽ. മുട്ടമ്പലം വൈദ്യുതി ശ്മശാനത്തിൽ സംസ്കരിച്ചു. ആദരാഞ്ജലി അർപ്പിച്ച് കലാലോകം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.